Hi, welcome to episode 1 of Documenting Memories. Through this video, I'm going to take you all to a place that stole my heart. Yes, Italy's Dolomites. Known for their breathtaking peaks and dramatic rock formations, the Dolomites boast an array of vibrant colors that change with the play of light. The crystal clear alpine lakes mirror the towering mountains. The view is absolutely mesmerizing, with each mountain seeming to have its own character. The Dolomites are not only a feast for the eyes, but also a feast for the mind, a perfect getaway from the hustle and bustle of life. The air is fresh and crisp, and the atmosphere is serene, but it feels as though time pauses just for you to fully appreciate the beauty that surrounds you. Join me as we uncover the magic of this beautiful place. അപ്പം ഇങ്ങനെ പോരില്ല നമ്മുടെ കൂടെ? വെനീസിൽ നിന്ന് ഡോളമൈറ്റ്സിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി. ഇറ്റലിയുടെ മൗണ്ടൻ സൈഡാണ് ഡോളമൈറ്റ്സ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. നമ്മൾ ഈ ചിത്രങ്ങളിലും ബുക്സിൻ്റെ കവർ പേജിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ നേരിട്ട് കാണുന്ന പോലെ. പക്ഷേ ആ ഭംഗി അതേപോലെ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. അധികം ആളും ബഹളവും ഒന്നുമില്ലാതെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. ഇത് ഇറ്റലിയുടെ വില്ലേജ് സൈഡാണ്. ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും ഇറ്റാലിയൻ ഭാഷ മാത്രം സംസാരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും കുറച്ച് ഓൾഡായിട്ടുള്ള ആൾക്കാരുള്ളതെന്ന്. നമ്മളധികം യങ്ങായിട്ടുള്ള ആൾക്കാരെ ഇവിടെ കണ്ടില്ല. ഇവർ ഈ ഓൾഡായിട്ടുള്ള ഈ ആൾക്കാർ ഒരു 6 മണി 7 മണിയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ കൂടിയിട്ട് ഒരു വൈനൊക്കെ കുടിച്ച്, എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇവിടെ ബാർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു വൈനൊക്കെ കഴിച്ച് കാർഡ് ഗെയിംസൊക്കെ കളിച്ചിരിക്കും. എന്തോ ഭയങ്കര നല്ലൊരു കാഴ്ച. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഫുള്ളി എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. എന്തിനാണെന്നറിയില്ല, പക്ഷെ ഒരു സന്തോഷം. പിന്നെ ഇവിടെ കുറേ മഞ്ഞുമലകളുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ സ്കീയിങ്ങിന് വരും. ഈ കേബിൾ കാർസിൽ കയറി ഈ മലയുടെ മുകളിലെത്തിയിട്ട് അവിടെ നിന്ന് താഴത്തോട്ട് സ്കീ ചെയ്താണ് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിട്ടേൺ പോകുന്ന ഈ കേബിൾ കാർസ് എല്ലാം തന്നെ എംപ്റ്റി ആയിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് സ്കീയിങ് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കേബിൾ കാർസിന് തന്നെയാണ് പോയി വന്നത്. പിന്നെ ഈ മഞ്ഞ് അത് ഈ മലയുടെ മുകളിൽ മാത്രം, ഈ മൗണ്ടൻ്റെ മുകളിൽ മാത്രമാണ് മഞ്ഞ് പെയ്യുന്നത്. താഴത്തോട്ട് മഞ്ഞില്ല. നമ്മൾ ഇറ്റലിയിൽ ഒരു 10-11 ദിവസമുള്ളൊരു ട്രിപ്പായിരുന്നു. അതിൽ 2 ദിവസമായിരുന്നു നമ്മുടെ ഡോളമൈറ്റ്സിലുണ്ടായിരുന്നത്. നമ്മുടെ ഈ 11 ദിവസത്തെ യാത്രയിൽ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്ത ഒരാളാണ് മഴ. നമ്മൾ ഏതൊക്കെ സിറ്റിയിലൊക്കെ പോയോ അവിടെയൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്ന ദിവസങ്ങളിൽ മഴയുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വെതർ നോക്കുമ്പോൾ അവിടെ നല്ല വെതറായിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷേ അതൊരു നല്ല സുഖമുള്ള ഒരു ഫീലായിരുന്നു. അതായത് ഈ തണുപ്പത്ത് ഇങ്ങനെ മഴ കൊണ്ട് നടക്കുക, മഴയത്തൊരു ഐസ്ക്രീം കഴിക്കുക, അത് കഴിഞ്ഞ് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂസ്, എല്ലാം കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോംബോ. പിന്നെ ഇവിടുത്തെ റോഡുകൾ അതെല്ലാം തന്നെ ഇതൊരു മൗണ്ടൻ ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ വലിയ വലിയ വളവുകളുള്ള സ്ഥലങ്ങളായിരുന്നു. മഞ്ഞ് ആദ്യമായിട്ടല്ല കാണുന്നത്, പക്ഷെ മഞ്ഞിന് ഇത്ര ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് ആദ്യമായിട്ടാണ്. അതിവിടുത്തെ വീടുകളെയും മലകളെയും മരങ്ങളെയൊക്കെ കൂടുതൽ മനോഹരമാക്കുന്നത് പോലെ തോന്നി. അതുപോലെ ലേക്സിലൊക്കെ ആയാലും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. അപ്പം നമ്മുടെ ഡോളമൈറ്റ്സ് വിശേഷങ്ങൾ ഇവിടെ തീരാണ്. നമ്മുടെ ഈ കുട്ടി യാത്രയിൽ കൂടെ കൂടിയതിന് ഒരുപാട് നന്ദി.